Next, we discuss about the problem section about the singly reinforced beam. Singly reinforced beam in the problems means നമുക്ക് discuss ചെയ്യാം ഓരോ type ആയിട്ട്. So first problem, a reinforced concrete beam is 300 by 500 mm in size. It is subjected to a factored moment of 120 kilonewton meter using M20 concrete and Fe 415 grade steel. Design the reinforcement and assume the effective cover to the reinforcement as 40 mm. So, ഇവിടെ നമുക്ക് ഒരു ബീമിന്റെ ഡിസൈൻ ചെയ്യേണ്ട ബീമിന്റെ സൈസ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 300 by 500 mm. ഇറ്റ് ഈസ് സബ്ജക്റ്റഡ്, അവിടെ ഒരു മൊമെന്റ് ഉണ്ട് 120 kilonewton meter. M20 കോൺക്രീറ്റ് ആണ്, Fe 415 ഗ്രേഡ് സ്റ്റീൽ ആണ്, റെയിൻഫോഴ്സ്മെന്റ് ആണ് ഡിസൈൻ ചെയ്യാനുള്ളത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ഡിസൈൻ ദ റെയിൻഫോഴ്സ്മെന്റ്. അപ്പൊ നമ്മൾ എന്തേ കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ? റെയിൻഫോഴ്സ്മെന്റേ കണ്ടുപിടിക്കാനുള്ളൂ. കവർ തിക്നെസ് തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് സ്റ്റെപ്പ്, ഗിവൺ ഡാറ്റാസ് എടുത്തെഴുതുക. സോ വിഡ്ത്ത് B equal to 300 mm, overall depth D equal to 500 mm, cover thickness 40 mm, effective depth D minus DC 500 minus 40 460 mm, Fy 450 Newton per mm square, FCK 20 Newton per mm square, Mu 120 kilonewton meter. തന്ന ഡാറ്റാസ് നമ്മൾ എടുത്തെഴുതി. So, by IS 456-2000, Annex G, G.1.1c, page number 96. Equation, അവിടെ നമ്മൾ പേജ് നമ്പർ 96 ഈ പേജ് എടുത്ത് നോക്കിയാൽ നമുക്ക് ഇക്വേഷൻ കാണാം. mu ലിമിറ്റ് ഈസ് ഈക്വൽ ടു 0.36 ഇൻറ്റു XU max by D ഇൻറ്റു 1 മൈനസ് 0.42 ഇൻറ്റു XU max by D ഇൻറ്റു BD സ്ക്വയർ FCK. ഈ ഇക്വേഷൻ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. സോ ഇതിലെ എല്ലാ ടേംസും നമുക്കറിയാം എക്സെപ്റ്റ് ഇത് XU max by D. സോ XU max by D കാണാൻ മാക്സിമം വാല്യൂ ആണ് കാണേണ്ടത്. അതും നമുക്ക് എവിടെ നിന്ന് കിട്ടും? ബൈ IS 456-2000 പേജ് നമ്പർ 72-ൽ നിന്ന് FY 415 കൺസേൺ ആയിട്ടുള്ള XU max by D കിട്ടും. ദാറ്റ് ഈസ് 0.48. സോ mu limit is equal to 0.36, XU max by D 0.48 into 1 minus 0.42 into XU max by D 0.48, B 300, D 460 square, FCK 20. Put the values and calculated, we get 175,185,484 Newton mm into 10 raised to 6. Divided by 10 raised to 6 ചെയ്താൽ നമുക്ക് കിലോന്യൂട്ടൺ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 175.15 kilonewton meter. സോ mu ലിമിറ്റ് കിട്ടി. ദെൻ നമ്മളെ കയ്യിൽ ഓൾറെഡി എന്തുണ്ട്? mu ഉണ്ട്. സോ കമ്പയറിംഗ് ബോത്ത്, mu ലിമിറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ mu. സോ ഇറ്റ് ഈസ് എ സിംഗ്ലി റെയിൻഫോഴ്സ്ഡ് ബീം. നമ്മളിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഏത് ടൈപ്പാണ്? സിംഗ്ലി റെയിൻഫോഴ്സ്ഡ് ബീം. സോ വി വാണ്ട് ടു ഫൈൻഡ് ഡിസൈൻ ദ റെയിൻഫോഴ്സ്മെന്റ്. സോ ഇത് സിംഗ്ലി റെയിൻഫോഴ്സ്ഡ് ബീം ആണ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് വി മൂവ് ടു ഡിസൈൻ ദ റെയിൻഫോഴ്സ്മെന്റ്. അതിനുവേണ്ടി by IS 456-2000, as usual previously we take it, page number 96, Annex G, G.1.1b, mu equal to 0.87 Fy AST into D into 1 minus AST Fy by BD FCK. ഈ ഒരു ഇക്വേഷൻ കാണാൻ കഴിയും. ഇതിൽ mu നമുക്കറിയാം, Fy അറിയാം, D അറിയാം, BDFCK അറിയാം, AST മാത്രം അൺനോൺ വാല്യൂ ആണ്. സോ നമുക്ക് അറിയാവുന്ന വാല്യൂ ഒക്കെ നമ്മൾ പുട്ട് ചെയ്തു. ദെൻ അത് ഒരു ഇക്വേഷൻ ഫോമിലേക്ക് മാറ്റി 24.97 AST സ്ക്വയർ മൈനസ് 166,083 AST പ്ലസ് 120 ഇൻറ്റു 10 raised to 6 ഈസ് ഈക്വൽ ടു 0. AX സ്ക്വയർ മൈനസ് BX പ്ലസ് C ഈക്വൽ ടു 0 എന്ന ഫോമിലായി. ഈ ഇക്വേഷൻ നമ്മൾ എന്ത് യൂസ് ചെയ്ത് സോൾവ് ചെയ്യും? ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന രീതിയിൽ മെത്തേഡ് ഓഫ് ഇക്വേഷൻ സോൾവിങ് മെത്തേഡ്, ദാറ്റ് ഈസ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4AC by 2A നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. അത് പ്രകാരം നമ്മളിത് സോൾവ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന രണ്ട് വാല്യൂവിലെ ലീസ്റ്റ് വാല്യൂ നമ്മൾ എന്തായിട്ട് എടുക്കും? ഏരിയ ഓഫ് ടെൻസൈൽ റെയിൻഫോഴ്സ്മെന്റ്. സോ ഇതുവഴി നമുക്ക് എന്ത് കിട്ടി? ഏരിയ ഓഫ് ടെൻസൈൽ റെയിൻഫോഴ്സ്മെന്റിന്റെ വാല്യൂ കിട്ടി.
ഇതാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ നമുക്ക് തന്നിട്ടുള്ള പ്രോബ്ലത്തിൽ എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? ഡിസൈൻ ഓഫ് ദ റെയിൻഫോഴ്സ്മെന്റ് ആണ്. സോ ഫസ്റ്റ് ഡിസൈൻ ഏതാണെന്ന് മനസ്സിലാക്കണം. അതിന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? MU ലിമിറ്റ് കണ്ടുപിടിക്കണം. ദെൻ MU ആയിട്ട് കമ്പയർ ചെയ്യണം. ഇറ്റ് ഈസ് ഇൻ സിംഗ്ലി റെയിൻഫോഴ്സ്ഡ് ബീം ആണെന്ന് കൺഫേം ചെയ്യണം. ദെൻ വി ഫൈൻഡ് ഔട്ട് ടെൻസൈൽ റെയിൻഫോഴ്സ്മെന്റ് യൂസിങ് ദ ഇക്വേഷൻ G.1.1b. Okay. The next problem is problem number 3. A cantilever beam having 200 mm wide is subjected to a factored moment of 20 kilonewton meter. Design the beam of flexure, adopt M20 concrete, Fe415 steel is used. കാൻഡിലിവർ ബീമാണ്. 200 mm വൈഡ് ഉണ്ട്, അതായത് വിഡ്ത്ത് തന്നിട്ടുണ്ട്. വേറൊരു മെഷർമെൻറ്റും നമുക്ക് തന്നിട്ടില്ല. ഫാക്റ്റേഡ് മൊമെൻറ്റും തന്നിട്ടുണ്ട്. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ബി ഈക്വൽ ടു 200 mm, MU മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഈക്വൽ ടു 20 kilonewton meter. SP60 എന്ന് പറയുന്ന കോഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ബൈ ഡിസൈൻ എയ്ഡ്സ് ഫോർ റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് IS 456-1978, പേജ് നമ്പർ 10, വി ക്യാൻ സി എ ടേബിൾ, ദാറ്റ് ഈസ് ടേബിൾ C. അതിൽ MU ലിമിറ്റ് ബൈ FCK BDയുടെ ഓരോ ഗ്രേഡിൻ്റെയും വാല്യൂസ് കാണാം. 415, 250, 450 എന്ന് പറഞ്ഞിട്ട്. അതിൽ നമുക്കിവിടെ ആവശ്യം 415 ആണ്. സോ വി ടേക്കൺ ദ വാല്യൂ. ബൈ ദിസ് MU ലിമിറ്റ് ബൈ FCK BD സ്ക്വയർ ഈസ് ഈക്വൽ ടു 0.138. ഈ ഒരു വാല്യൂ നമുക്ക് കിട്ടും. ഇതിൽ നിന്ന് വി കാൽക്കുലേറ്റ് MU ലിമിറ്റ്. MU ലിമിറ്റ് ഈസ് ഈക്വൽ ടു 0.138 ഇൻറ്റു FCK BD സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.138 ഇൻറ്റു FCK 20, B 200. D is the unknown value. In some cases, breadth എന്ന് പറയുന്നത് ഡെപ്തിൻ്റെ 1/2 to 2/3 ഓഫ് എഫക്റ്റീവ് ഡെപ്ത് ആയിരിക്കും. അപ്പം ഇവിടെ നമ്മൾ ബി എന്ന് പറയുന്നത് എഫക്റ്റീവ് ഡെപ്ത് ബൈ 2 to 2/2D/3, അതായത് 2/3 ഓഫ് ദ D. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ബി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഡി കാണാനുള്ളൊരു, അതായത് എഫക്റ്റീവ് ഡെപ്ത് കാണാനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിക്കൂടെ? സോ ഡി ഈസ് ഈക്വൽ ടു 2B to 3B/2. ഈ രണ്ട് വാല്യൂസിൻ്റെ റേഞ്ചിലായിരിക്കും എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത്. ഇതൊരു നമ്മളൊരു അസംഷൻ, നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന ബീം ഈ ഒരു കണ്ടീഷനിലാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ആ അസംഷൻ പ്രകാരം ഓക്കെ ആവുകയാണെങ്കിൽ ആ കണ്ടീഷൻ സക്സസ് ആയിരിക്കും. സോ ഇവിടെ നമ്മൾ എടുക്കുന്ന കണ്ടീഷൻ എന്താണ്? എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് 2 times ഓഫ് ദ ബ്രെഡ്ത്ത് ഓർ 3/2 times ഓഫ് ദ ബ്രെഡ്ത്ത്. സോ 2 times ഓഫ് ദ ബ്രെഡ്ത്ത്, 2 into 200, 3 into 200/2. സോ 400 or 300. ഇതിൻ്റെ ഒരു മിഡ് റേഞ്ച്, അതായത് 350 mm ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? എഫക്റ്റീവ് ഡെപ്ത് ആയിട്ട് എടുക്കുന്നത്. സോ MU limit is equal to 0.138 into 20 into 200 into 350 square. ഇത് കമ്പ്യൂട്ട് ചെയ്താൽ 67.62 kilonewton meter. Then MU already non value ആണ്. MU is equal to 20 kilonewton meter. Comparing the both MU limit and MU limit is greater than MU. So it is a reinforced beam. ഫസ്റ്റ് ഒന്നുകൂടി പറയുന്നു, ദ പ്രോബ്ലത്തിൽ കാൻലിവർ ബീമാണ്. വിഡ്ത്ത് തന്നിട്ടുണ്ട്. വിഡ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഡെപ്തിൻ്റെ റേഷ്യോ നമ്മൾ അസ്യൂം ചെയ്യുന്നു. അത് പ്രകാരം എഫക്റ്റീവ് ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ ആ എഫക്റ്റീവ് ഡെപ്ത് യൂസ് ചെയ്തിട്ട് MU ലിമിറ്റ് ബൈ FCK BD സ്ക്വയർ ഈക്വൽ ടു 0.138. ഈ ഒരു ഇക്വേഷൻ കിട്ടുന്നത് ഡിസൈൻ എയ്ഡ്സ് ഫോർ റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് IS 456-1978 നമ്മൾ രണ്ടാമത് യൂസ് ചെയ്യുന്ന കോഡിൽ നിന്നാണ്. അത് പ്രകാരം നമുക്ക് MU ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടും. ആ MU ലിമിറ്റും MUവും കമ്പയർ ചെയ്തപ്പോൾ ഇത് സിംഗ്ലി റെയിൻഫോഴ്സ്ഡ് ബീമാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ the next step is area of tensile reinforcement.
By IS 456-2000, page number 96, we have the equation mu equal to 0.87 Fi AST into D into 1 minus AST Fi by BD FCK. ഇതിൽ AST ഒഴിച്ച് ബാക്കി എല്ലാ വാല്യൂസും നമുക്കറിയാം. Then we form the equation and solve the equation. We get the AST, area of tensile reinforcement, is 166.4. Around ചെയ്തു 168 mm² ആക്കി around ചെയ്തെടുത്തു. Then find out the number of bars. ഇതിന് കൺസേൺ ആയിട്ടുള്ള number of bars എത്ര വേണം എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ അതിന് assume 10 mm diameter of bars. So number of bars is equal to AST divided by area of 1 bar. That means pi by 4 into 10 square. 168 by 78.5. That is 2.13. That we will take two numbers. So number of bars is 2 numbers. Then we draw the figure corresponding the design. 200 mm width, 350 mm width, effective depth, and 2 numbers of 10 mm diameter. So cantilever ആവുന്ന സമയത്ത് കാൻലിവറിൽ നമുക്ക് ഓൾറെഡി മൊമെന്റ് തന്നിട്ടുണ്ട്. ആ മൊമെന്റ് പ്രകാരം MU ലിമിറ്റ് കണ്ടു, കമ്പയർ ചെയ്തു, സിംഗ്ലി റെയിൻഫോഴ്സ്ഡ് ബീമാന്ന് ഫിക്സ് ചെയ്തു, കറസ്പോണ്ടിങ് AST കണ്ടു, ആ ASTയുടെ കറസ്പോണ്ടിങ് നമ്പർ ഓഫ് ബാർസ് കാൽക്കുലേറ്റ് ചെയ്തു, ഫിഗർ വരച്ചു. ഇത്രയും സ്റ്റെപ്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. The next problem is a cantilever beam of effective span 4 meter carries a UDL of 12 kN over the entire span. Design the beam using M25 and mild steel bars of 250. ഈ ഒരു പ്രോബ്ലത്തിൽ ബീം ഡിസൈൻ ചെയ്യാനാണ്, പക്ഷെ അത് ഏത് ടൈപ്പ് ഓഫ് ബീം ആണെന്ന് പറഞ്ഞിട്ടില്ല. സോ ഈ പ്രോബ്ലം നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത് സിംപ്ലി റെയിൻഫോഴ്സ്ഡ് ബീമാണ് അല്ലേ. അപ്പോൾ ആ ഒരു ടൈപ്പിൽ ഇത് ഡിസൈൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. സിംഗ്ലി റെയിൻഫോഴ്സ്ഡ് ബീമായിട്ട് ഇത് ഡിസൈൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് തന്നിട്ടുള്ള ഡാറ്റ എഫക്റ്റീവ് സ്പാൻ ആണ്, അതായത് ക്യാപിറ്റൽ ലെറ്റർ L ആണ് തന്നിട്ടുള്ളത്. 4 മീറ്റർ 4000 mm. ദെൻ ലോഡ് തന്നിട്ടുണ്ട് W 12 kN/meter, that is 12 N/mm. Then FCK 25 N/mm², Fy 250 N/mm². Step 1, we want to find the effective depth. In effective depth, we know span by 10 ആണ് അല്ലേ. The ratio between span by 10. Here span effective span ആണ് തന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ അധികവും എടുത്തിട്ടുള്ളത് ക്ലിയർ സ്പാൻ ആണ്. സോ ഹിയർ വി അസ്യൂം, അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ടു സിമിലർ effective span. So D, effective depth is equal to 4000 divided by 10, that is 400 mm. Assume the cover thickness as 50 mm, then the overall depth is equal to 400 plus 50, 450 mm. So effective depth D, cover thickness DC, overall depth capital letter D. ഇത്രയും കാര്യങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ ഇവിടെ നമുക്ക് ബ്രെഡ്ത്ത് ഒന്നും തന്നിട്ടില്ല. സോ നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യുന്നു ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു എഫക്റ്റീവ് ഡെപ്ത് ബൈ 2 ആണെന്ന്. സോ D by 2, that is 200 mm. Then move to the second step, that is loads and moment. Load is equal to 12 kN/meter. So it's converted into factored load, that is WU is equal to 12 into 1.5, that is 18 kN/meter. Then corresponding moment MU is equal to, here the question, this is the cantilever beam. Please note, this is the cantilever beam. So the moment will be WUL² by 2. നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ബീമാണ് ഡിസൈൻ ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഇക്വേഷൻ വിൽ ബി ചേഞ്ച്ഡ് ഡിപ്പെൻഡ് അപ്പോൺ ദ ക്വസ്റ്റ്യൻ. സോ ഹിയർ MU is equal to WUL² by 2. WU is 18 into L 4 by 2, that is 144 kN/meter.
Then move it to the step 3, limiting moment of resistance, mu limit. By IS 456, we have the equation, and XU max by D of 250 is 0.53 based on IS 456 2000 page number 72. Then we find out the mu limit 0.36, XU max by D is 0.53 into 1 minus 0.42 into XU max by D 0.53, B is equal to 200, D is equal to 400, FCK is equal to 25. Then we get 118 kilonewton meter. But in previous step, we find out mu is 144 and here mu limit is 118. Here mu is greater than mu limit. So it is not in design of singly reinforced beam. ഈ ഒരു ബീമിനെ നമുക്ക് എന്തായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റില്ല? സിംഗ്ലി റെയിൻഫോഴ്സ്ഡ് ബീമായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. സോ ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്തിന്റെ കണ്ടീഷനാണ്? ഡബ്ലി റെയിൻഫോഴ്സ്ഡ് ബീം. സോ in next class we discussed about doubly reinforced beam. So ഇങ്ങനൊരു പ്രോബ്ലം വരുവാണെങ്കിൽ നമ്മൾ ഡബ്ലി റെയിൻഫോഴ്സ്ഡ് ബീമും നമ്മൾ പഠിച്ചിട്ടില്ലാത്ത അവസരങ്ങളിലാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഈ ഒരു മെത്തേഡ് വരെ ചെയ്ത്, ഈ ഒരു സ്റ്റെപ്പ് വരെ ചെയ്ത് ഇറ്റ് ഈസ് നോട്ട് ടു ബി ഡിസൈൻഡ് ആസ് സിംഗ്ലി റെയിൻഫോഴ്സ്ഡ് ബീം എന്ന് മെൻഷൻ ചെയ്യും. ദെൻ ഡബ്ലി റെയിൻഫോഴ്സ്ഡ് ബീം ഡിസൈൻ പഠിച്ചു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് നമ്മൾ എന്താക്കി ഡിസൈൻ ചെയ്യും? ഇത് ഡബ്ലി റെയിൻഫോഴ്സ്ഡ് ബീമായിട്ട് ഡിസൈൻ ചെയ്യും. സോ സിംഗ്ലി റെയിൻഫോഴ്സ്ഡ് ബീം ഡിസൈനിന്റെ സ്റ്റെപ്സ്, ഡിസൈനിന്റെ പ്രോബ്ലംസ് ഇത് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടാണ് ഞാനിവിടെ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ.